ഗൈസ് വെൽക്കം ബാക്ക് ടു ജോഷ് ഫിൻ ടോക്സ്. ഹെൽത്ത് ഇൻഷുറൻസിലെ മിത്ത് വേഴ്സസ് ഫാക്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട മിത്തുകളിൽ ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസേഷൻ, അതായത് 24 മണിക്കൂർ ഹോസ്പിറ്റലിൽ കിടന്നാൽ മാത്രമേ കവറേജ് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയാണോ ഗൈസ്? അങ്ങനെയല്ല. ഡേ കെയർ പ്രൊസീജിയർ നമ്മൾ പല പോളിസികളിലും കവർ ചെയ്യുന്നത് കാണാറുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഓൾമോസ്റ്റ് പോളിസികളിലും ഡേ കെയർ പ്രൊസീജിയർ കവർ ചെയ്യാറുണ്ട്. എന്താണ് ഡേ കെയർ പ്രൊസീജിയർ? സാധാരണഗതിയിൽ ഒരു ഇൻഷുറൻസിൽ, മെഡിക്കൽ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യണമെങ്കിൽ 24 മണിക്കൂർ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടിരിക്കണം. പക്ഷേ ഡേ കെയർ പ്രൊസീജിയർ എന്ന ഫീച്ചർ ഉള്ള പോളിസിയിൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഹെഡ്ലൈൻ അല്ലാത്ത ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അവിടെ ഒരു പ്രൊസീജിയർ കിട്ടും. ചെറിയ മൈനർ സർജറീസ്, ചെറിയ മുഴകൾ വന്നു, രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് സർജറി ചെയ്തിട്ട് തിരിച്ച് വൈകുന്നേരം വീട്ടിൽ പോരാം. അങ്ങനെയുള്ള പ്രൊസീജിയർ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓറൽ കീമോതെറാപ്പി, ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ അതൊക്കെ ഒരു പ്രൊസീജിയറാണ്. എനി ഡേ കെയർ പ്രൊസീജിയർ ആണെങ്കിൽ 24 മണിക്കൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. നമുക്കിത് പോളിസിയിൽ കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഡിപ്പെൻഡിങ് ഓൺ പ്ലാൻസ് ആണ്. വെറൈറ്റി ഫീച്ചേഴ്സ് എല്ലാത്തിലും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. ഈ ഒരു ഫീച്ചർ പല പ്ലാൻസിലും കാണാറുണ്ട്.